കർക്കിടകത്തിൽ എല്ലായിടത്തും ആധ്യാത്മരാമായണം പാരായണം ചെയ്യുമ്പോൾ കരിവെള്ളൂർ വടക്കുംപാടൻ തറവാട്ടിൽ പാരായണം ചെയ്യുന്നത് ദേവി മഹാത്മ്യമാണ്. പാരമ്പര്യമായി കിട്ടിയ താളിയോളയിൽ എഴുതിയ ദേവി മഹാത്മ്യമാണ് രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്നത്. ഹൈന്ദവ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക രാമായണത്തിന്റെ ശീലുകൾ ഉയരുമ്പോൾ കരിവെള്ളൂരിലെ വടക്കുംപാടൻ തറവാട്ടിൽ പാരായണം ചെയ്യുന്നത് ദേവി മഹാത്മ്യമാണ്. പാരമ്പര്യമായി കർക്കിടക മാസത്തിൽ ഇവിടെ പാരായണം ചെയ്യുന്നത് ഈ ഗ്രന്ഥമാണ്. താളിയോലയിൽ എഴുതിയ ദേവി മഹാത്മ്യമാണ് ഇവിടെ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്നത്. കുടുംബത്തിലെ മുതിർന്ന അംഗമായ വി മാധവി ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ മറ്റു കുടുംബാംഗങ്ങൾ കൂടെയിരുന്ന് സ്തുതികൾ കേൾക്കും. കരിവെള്ളൂരിലെ പ്രസിദ്ധമായ വണ്ണാൻ സമുദായ തറവാടാണ് വടക്കുംപാടൻ. വർഷങ്ങൾക്ക് മുൻപ് ചിറക്കൽ തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം കുടുംബത്തിലെ മുതിർന്ന വൈദ്യർ കരിവെള്ളൂരിലെ പ്രമുഖ തറവാടുകളിൽ ചികിത്സിക്കാനെത്തിയതാണ്. കരിവെള്ളൂർ വടക്കുംപാട് താമസിക്കാൻ സ്ഥലവും ജന്മാവകാശവും നൽകി. ഇതോടെയാണ് ഇവർ വടക്കുംപാടൻ എന്നറിയപ്പെട്ടത്. ലളിത സഹസ്രനാമം, ഭാഗവതം, ബാലചികിത്സ, നാട്ടുവൈദ്യം, തെയ്യത്തിന്റെ വാമൊഴികൾ തുടങ്ങിയവ രേഖപ്പെടുത്തുന്ന 25 താളിയോല ഗ്രന്ഥങ്ങൾ ഇപ്പോഴും ഈ തറവാട്ടിലുണ്ട്. ഇങ്ങനെ ദേവി മഹാത്മ്യം ഇവിടെ ചെല്ലുന്നത് വേറെ എല്ലാവരും രാമായണമാണ് ചെല്ലുന്നത്. അത് പണ്ടേ ഇല്ല, ഗുരുകാരണന്മാർ ചെയ്തു വെച്ചതാണ്. അതിന് അമ്മ ഇപ്പം ഇങ്ങനെ ഇത് ബുക്ക് വായിക്കും പോലെ വായിക്കാനും ആവില്ല, ഇങ്ങനെ അക്ഷരം പെറുക്കി എടുത്തിട്ട് ദേവീനെ സ്തുതിക്കുന്നതാണ് ഇതിലുള്ളത്. എരിഞ്ഞിത്തറ മുതൽ തിമിരി നടവരെയുള്ള ഭാഗമാണ് ഇവർക്ക് തെയ്യം കെട്ടാനുള്ള അവകാശം. പൂർവിക കാലത്ത് ഇവർ ദേവി ഉപാസകരായിരുന്നുവെന്നും ഇതിന്റെ ഭാഗമായാണ് കർക്കിടക മാസത്തിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.